കാവേരി നദീജല തർക്കത്തെ തുടർന്ന് കർണാടക തമിഴ്നാട് ബന്ധം വീണ്ടും വഷളാകുന്നു. കർണാടകയിൽ 3 തമിഴ് യുവാക്കൾ കൊല്ലപ്പെട്ടതും ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിക്കഴിഞ്ഞു. സംഭവത്തിൽ സുതാര്യമായ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ആവശ്യപ്പെട്ടു. കർണാടകയിലെ കാവേരി വന്യജീവി സങ്കേതത്തിൽ 3 തമിഴ് യുവാക്കളെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ് രംഗത്ത് വന്നു. കർണാടക സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും വിശദീകരണം അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് വിജയ്. സംഭവത്തിൽ സുതാര്യമായ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. സംഭവത്തെ കൂട്ടക്കൊല എന്നാണ് വിജയ് വിശേഷിപ്പിച്ചത്. നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ ഉന്നതതല സമിതിയെ നിയോഗിക്കണമെന്നും ഇരകളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കർണാടക സർക്കാർ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും വിജയ് എക്സ് പോസ്റ്റിൽ കുറിച്ചു. ശനിയാഴ്ച കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഹനൂർ താലൂക്കിലാണ് സംഭവം. ആന്റണി സ്വാമി, ജോൺ റോസ് പീറ്റർ, കുമാർ എന്നിവരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മഹിമാദാസ് എന്നയാൾ പരിക്കേറ്റ് ചികിത്സയിലാണ്. വേട്ടയാടൽ തടയുന്നതിന്റെ ഭാഗമായാണ് വെടിവെപ്പുണ്ടായതെന്നും കൊല്ലപ്പെട്ടവരുടെ പക്കൽ തോക്കും മാനിറച്ചിയും ഉണ്ടായിരുന്നു എന്നുമാണ് കർണാടക വനം വകുപ്പിന്റെയും ആഭ്യന്തരമന്ത്രിയുടെയും അവകാശവാദം. എന്നാൽ ഈ വാദം ഇരകളുടെ കുടുംബങ്ങളും രക്ഷപ്പെട്ടയാളും പൂർണ്ണമായും തള്ളി. കാണാതായ കന്നുകാലികളെ അന്വേഷിച്ച് വനത്തിൽ പ്രവേശിച്ച കർഷകരാണ് ഇവരെന്ന് അവർ വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജനം, ഡൽഹി.